ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട് 25 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോ കുട്ടികൾക്ക് സ്കൂളുകളിൽ ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ആ ക്വിസ് കോമ്പറ്റീഷന് ആവശ്യമായിട്ടുള്ള 1 മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്കുള്ള 25 ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. എല്ലാവരും അപ്പോൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബഷീർ ദിന ക്വിസ്. ബഷീർ ജനിച്ചത് എന്ന്. ബഷീർ ജനിച്ചത് എന്നാണ്. ഉത്തരം 1908 ജനുവരി 21. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏത്? ബഷീറിന്റെ ആദ്യ കൃതി ധർമ്മരാജ്യം. ബഷീറിന്റെ ആദ്യ കൃതിയാണ് ധർമ്മരാജ്യം. ബഷീർ ബേപ്പൂരിൽ താമസമാക്കിയ വർഷം. ബഷീർ ബേപ്പൂരിൽ താമസമാക്കിയ വർഷം 1962. ബഷീർ ബേപ്പൂരിൽ താമസമാക്കിയ വർഷം 1962. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിന്റെ ബേപ്പൂരിലെ വീടിന് നൽകിയ പേര്. ഉത്തരം വയലാലിൽ വീട്. ബഷീറിന്റെ ബേപ്പൂരിലെ വീടിന് നൽകിയിരിക്കുന്ന പേര് വയലാലിൽ വീട് എന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബഷീർ അന്തരിച്ച വർഷം. ബഷീർ അന്തരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5. അപ്പൊ ബഷീർ അന്തരിച്ച ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി പ്രേമലേഖനം എന്നാണ്. ഇവിടെ ഒരു വീട് കയറി വന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട. അപ്പോ ആ വീട് ഇവിടെ ആവശ്യമില്ലാത്ത വീടാണ്. അപ്പോ ബഷീറിന്റെ ആദ്യ കൃതി ചോദിച്ചാല് നമുക്ക് പറയാം ഏതാണ്? പ്രേമലേഖനമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം. വൈക്കം മുഹമ്മദ് ബഷീർ ഒരേ ഒരു നാടകം മാത്രമേ രചിച്ചിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരാണ് കഥാബീജം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം. ഉത്തരം 1982. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാബി ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ എന്ന് വിളിക്കുന്നെങ്കിലും ഫാത്തിമ ബീവി എന്നതാണ് ശരിയായ പേര്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ബേപ്പൂർ ഏത് ജില്ലയിലാണ്? ബേപ്പൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സാഹിത്യ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി ആര്? കേന്ദ്ര സാഹിത്യ ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ കേന്ദ്ര സാഹിത്യ ഫെലോഷിപ്പ് ലഭിക്കുന്ന ആദ്യ മലയാളി ആര് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 12, ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ. ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജി. 14, ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ഏത്? ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം 2000 2000
2018 ബഷീർ 1908 ജനിക്കുന്നത്. അപ്പൊ 2008 ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ചത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ, മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര്? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായിട്ട് വേഷമിട്ടത് മമ്മൂട്ടിയാണ്. 16, ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് MK സാനു ആണ്. 17-ാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത്? ഉത്തരം കോഴിക്കോട് സർവകലാശാലയാണ്. ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല കോഴിക്കോട് സർവകലാശാല. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏതാണ്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് ഒരു ബുക്ക് സ്റ്റാൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബുക്ക് സ്റ്റാളിന്റെ പേരാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ. ഇമ്മിണി വലിയ ഒരു ബഷീർ എന്ന് ബഷീറിനെ കുറിച്ച് എഴുതിയ വ്യക്തി ആര്? ഇമ്മിണി വലിയ ഒരു ബഷീർ എന്ന് ബഷീറിനെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. അപ്പൊ ഇമ്മിണി വലിയ ഒരു ബഷീർ എന്ന് ബഷീറിനെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് കിളിരൂർ രാധാകൃഷ്ണൻ. കർത്താവിനെന്തിനാണ് പൊന്നിൻ കുരിശ് എന്ന വാചകം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? കർത്താവിനെന്തിനാണ് പൊന്നിൻ കുരിശ് എന്ന വാചകം ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരിടത്തൊരു സുൽത്താൻ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആര്? ഒരിടത്തൊരു സുൽത്താൻ എന്ന ബാലസാഹിത്യ കൃതി കിളിരൂർ രാധാകൃഷ്ണന്റേതാണ്. 22-ാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1992. 1992 ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിക്കുന്നത്. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിൽ നിന്നുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിൽ നിന്നുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്ന് വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. അപ്പോ നമ്മൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് 25 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവരും 2-3 പ്രാവശ്യം ആവർത്തിച്ച് ക്വസ്റ്റ്യൻസും ആൻസറും കേട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.